വെൽക്കം. ഓപ്റ്റിക്സ് പെൻസിൽ വരാം, വെയിറ്റ്. ഏത് ചാപ്റ്റേഴ്സ് പഠിച്ചോന്ന്? ബുക്കും പേനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വേഗം റയോപ്റ്റിക്സ് എഴുതാം. ആദ്യത്തെ വായിച്ചു പോവാം. Laws of reflection in incident ray, reflected ray and normal lies in the same plane ലാണ്. Angle of incidence is equal to the angle of reflection. Okay. ഇനി relation between R and F. Relation between R and F. നമ്മൾ ഇതിൽ മിററാണ്. മിററിന് ഇങ്ങനത്തെ ഈ ഓല പോലെയുള്ള സാധനങ്ങൾ ഇടണം, ഇല്ലെങ്കിൽ മാർക്ക് തരില്ല കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസ് ഒരു റേ നേരെ വന്ന് ഫോക്കസിലൂടെ കടന്നുപോയി. ഓക്കെ, നേരെ വന്ന് ഫോക്കസിൽ കൂടെ കടന്നുപോയി. എഫ്, പിന്നെ എന്നത് വരയ്ക്കുമ്പോൾ ഇത് നോർമൽ, തീറ്റ, ഇത് തീറ്റ, ഇത് തീറ്റ, ഇത് 2 തീറ്റ. Okay. Tan theta is equal to opposite by tan theta opposite by adjacent R NP. Tan 2 theta is equal to opposite by adjacent F. Tan for small angles, tan theta equal to theta. So theta is equal to NP by R. 2 theta is equal to NP by F. ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2 divided by 1 ചെയ്യാം. That is 2 theta divided by theta is equal to NP by F divided by NP by R. That is equal to 2 theta by theta is equal to NP by F into R by NP. ഇതും പോയി, തീറ്റയും പോയി. 2 is equal to R by F. That is 2F is equal to R. Then F is equal to R by 2. Okay. ഹലോ എല്ലാവർക്കും ഹലോ. സമയമില്ല കേട്ടോ, ഞാൻ അതാണ് നോക്കാത്തത്. എല്ലാം സ്പീഡിൽ തീർക്കേണ്ട ഒരു ചെടപൊടെ ഇതിലാണ്. അടുത്തത് മിറർ ഫോർമുല. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങളൊരു ബുക്കും പേന എടുത്തു കഴിഞ്ഞാൽ ഒപ്പരുന്ന് എഴുതാം. മിറർ ഫോർമുല, മിറർ വരയ്ക്കുക. 3 റേസാണ് വരാത്ത മിറർ ഫോർമുലയ്ക്ക്. പ്രിൻസിപ്പൽ ആക്സിസ് ഒരെണ്ണം, അത് ഒബ്ജക്റ്റ് O ഡാഷ് നേരെ പോയിട്ട് ഒന്ന്
ഫോക്കസ് കൂടെ കടന്നു പോകും, ഫോക്കസ്. ഇനി ഒന്ന് നേരെ ഈ ആംഗിളിൽ പോയിട്ട് അതേ ആംഗിളിൽ തിരിച്ചു വരും. ഇതൊന്ന് സിയുടെ പുറകിൽ സി കൂടെ കടന്നു പോകും. ഏകദേശം ഇവിടേക്കായിട്ടൊരു ഇമേജ് പോകും. കറക്റ്റ് വരയ്ക്കാത്തതുകൊണ്ടാട്ടോ ഈ ആംഗിൾ തെറ്റാവാണ്ട്. ഏകദേശം സിയുടെ മുൻഭാഗത്തായിട്ട് വരും. അത് ഐ ഡാഷ് ബി. ഇനി തന്നെ ഇനി എന്താ, മിറർ ഫോർമുലയ്ക്ക് കൺസിഡർ ട്രയാങ്കിൾ ഒ ഡാഷ് പി ആൻഡ് ട്രയാങ്കിൾ ഐ ഡാഷ് പി. Both triangles are similar, so o dash divided I dash divided by o dash is equal to IP by OP. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്തത് കൺസിഡർ ദ ട്രയാങ്കിൾ I dash F and triangle FNP. ഇവിടെ ഇരിക്കണവരൊക്കെ എഴുതുന്നുണ്ടല്ലോ അല്ലേ, എഴുതിക്കോളൂട്ടാ, വെറുതെ ഇരിക്കല്ലേ. ഐ ഡാഷ് ഡിവൈഡഡ് ബൈ, ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സൈഡ് ഇത്, FP ഇസ് ഈക്വൽ ടു, ഇതല്ല FP അല്ല, ഐ ഡാഷ് ഇത്. അപ്പോൾ NP is equal to IF divided by FP. NP is equal to O dash. So I dash divided by O dash is equal to IF by FP. രണ്ടാമത്തെ ഇക്വേഷൻ 1 equal to 2. So IP by OP is equal to IF by FP. ഇതിൽ IP എന്ന് പറയുന്നത് ഐ പി എന്ന് പറഞ്ഞാൽ ഇമേജ് ഉണ്ടായ ഡിസ്റ്റൻസ് വി, OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് യു, IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എഫ് എന്ന് പറയുമ്പോൾ എത്ര ഈ ഭാഗം, ഇത് മൊത്തം വിയിൽ നിന്ന് F കുറച്ചത്. ഇനി FP എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് F. അപ്പോൾ IP എന്തായി, IP V ബൈ യു ഇസ് ഈക്വൽ ടു V മൈനസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് കിട്ടി. അപ്പോൾ V ബൈ യു ഇസ് ഇക്വൽ ടു V ബൈ എഫ് മൈനസ് 1 കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ V ചെയ്യുമ്പോൾ 1 ബൈ യു ഇസ് ഇക്വൽ ടു 1 ബൈ എഫ് മൈനസ് 1 ബൈ വി. സോ 1 ബൈ എഫ് ഇസ് ഇക്വൽ ടു ഇതിന് കണ്ടുകൊണ്ട് 1 ബൈ യു പ്ലസ് 1 ബൈ വി. ഇതിൽ മിറർ ഫോർമുലയും ലെൻസ് ഫോർമുലയും ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിറർ OR ആണ്. O ആരെ പോലെ ഇരിക്കണം, യു പോലെ. യു ഇങ്ങനെ മുട്ടിച്ച് കഴിഞ്ഞാൽ O ആവുമല്ലോ, അങ്ങനെ ഓർത്ത് വെച്ചോട്ടെ, O പോലെ. അതുകൊണ്ട് 1 ബൈ യു പ്ലസ് 1 ബൈ വി ആണ്. എന്നാൽ ലെൻസിന് എന്താണ്, 1 ബൈ വി മൈനസ് 1 ബൈ യു ആണ്. ഓക്കെ, എനിക്ക് നാളെ എക്സാം ഉണ്ട്. യെസ്, നാളെ ഫിസിക്സ് എക്സാം ഉണ്ട്. ഓക്കെ, മിറർ ഫോർമുല കഴിഞ്ഞു. ഇനി മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു HI ബൈ HO ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു മൈനസ് V ബൈ യു. മിററിൻ്റെ കേസിൽ ഇമേജ് എവിടെ ഉണ്ടാവുക, ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന എല്ലാ സംഭവവും സൈൻ കൺവേർഷൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, നെഗറ്റീവ് വരും. ഇങ്ങനെയുള്ളതിൽ ഈ ഭാഗം മൊത്തം പോസിറ്റീവും ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കുള്ളതൊക്കെ നെഗറ്റീവാണ്. സോ ഈ സൈഡ് മിററിൻ്റെ കാര്യത്തിലെല്ലാതും ഈ ഭാഗത്താണ്, ഇമേജും ഈ ഭാഗത്താണ്, ഒബ്ജക്റ്റ് വെക്കുന്നതും ഇമേജ് വെക്കുന്നതും. അതുകൊണ്ടാണ് മൈനസ് V. ഓക്കെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. പിന്നെ ഈ മൈനസ് വരാൻ കാരണം എന്തിട്ടാന്ന് അറിയാം, അങ്ങനെ തന്നെയല്ല, ഒരു മിനിറ്റാ, പോസിറ്റീവ്. V എന്ന് പറയണ്ടേ താഴത്തേക്കായതുകൊണ്ടാണ്. HI ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആയതാണ് നെഗറ്റീവ് വന്നത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് താഴത്തേക്കാണ്. സോ മൈനസ് V, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മുകളിലേക്കാണ്, അതാണ് പോസിറ്റീവ്. ഗുഡ് ഫോട്ടോഗ്രാഫർ, അയ്യോ എന്താ. ഓക്കെ,
അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഈ ചോദ്യത്തിന് വല്ല ന്യൂമറിക്കൽസ് വരാൻ വെച്ചാൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ UV ഡിവൈഡഡ് ബൈ U+V എന്ന് പറഞ്ഞ ഫോർമുലയിൽ ഇട്ട് കൊടുത്തോ. ഓക്കെ. ഇനി അടുത്തത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. വെൻ ഇൻസ്റ്റൻറ്റ് റേ ലൈറ്റ് എൻറ്റേഴ്സ് one medium to another medium, the direction of propagation changes at the interface of the two media. This phenomenon is called refraction of light. When incident light enters from other medium, the direction of propagation at the interface is interface of the two media. Phase diagram of series LCR resonance condition പറയോ? ഞാൻ പറയാട്ടാ, ഒരു മിനിറ്റ്. റയോപ്റ്റിക്സ് ആയിരുന്നു നോക്കൊണ്ടിരുന്നത് ഞാൻ. ഓക്കെ ഒരു മിനിറ്റ്. ഞാൻ ഇതൊന്ന് ഈ ചാപ്റ്ററത്തെ എല്ലാം ഒന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ LCR സർക്യൂട്ട് പറഞ്ഞുതരാം. ഞാനേ ഇതൊന്ന് വരച്ച് എൻ്റെ ഒരു സമാധാനത്തിന് ഇതൊന്ന് വരച്ച് കഴിഞ്ഞോട്ടെ. ഓക്കെ. ലൈറ്റ് റേ എന്തൊക്കെയാണ് റിഫ്രാക്ഷൻ്റെ കണ്ടീഷൻ? ലൈറ്റ് റേ ഷുഡ് ഫോൾ ഒബ്ലിക്വൻ്റ്ലി വരണം. ദ ടു മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറൻസ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീഡിയത്തിൻ്റെയും ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക? ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വരുമ്പോൾ എവേ ഫ്രം നോർമൽ. ഡെൻസറിനെയാണ് എപ്പോഴും ഇഷ്ടം ഈ ഇതിന്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റയറിലേക്ക് വരുമ്പോൾ, ഡെൻസറിൽ നിന്ന് വിട്ട് പിരിയുമ്പോൾ എന്ത് സംഭവിക്കും? എവേ ഫ്രം നോർമൽ. റയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ ഡെൻസറിന് ഇഷ്ടമാണ്. സോ എന്താ സംഭവിക്കുക? ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ. ഡെൻസറിനെയാണ് മറ്റേ വരയ്ക്ക് ഇഷ്ടം. ആലോചിച്ചോ. Okay, refractive index n of the medium is defined as a ratio of the speed of light in vacuum. N is equal to C by V. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോളോ. N is equal to C by V. N equal to C by V. കാരണം ഇത് നമുക്ക് മറ്റേ വേവ് ഒപ്റ്റിക്സിലത്തെ റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. V is equal to C by N എന്ന് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ, അതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അതിനായിരിക്കും വെലോസിറ്റി കുറവ്. ഓക്കെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വെലോസിറ്റി കുറവ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ, അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ. ഇനി ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റൻറ്റ്. Sin I by sin R is equal to n/1. n/1 is a constant called a refractive index of the second medium with respect to the first medium. This is called in the law Snell's law. Sin I by sin R is equal to n2 by n1. that is equal to നേരത്തെ നമ്മൾ പറഞ്ഞു C is equal to n is equal to C by V. അപ്പോൾ n എന്ന് പറഞ്ഞാൽ C by V2 divided by C by V1. C by V1 by V2. Sin I by sin R is equal to n2 by n1 is equal to V1 by V2. ഓക്കെ. ഇനിയുള്ളത് Okay, when a ray of light enters from a denser medium, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ ഒരു ഡോക്ടറാണെന്നാണ് നമ്മൾ കരുതേണ്ടത്. സോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തേക്കാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ പോവുക. വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം, ഇഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ given pair of medial, the incident ray total reflected to the same media, this is called total internal reflection. I is greater than IC. Conditions for total internal reflection: the ray of light must be enter from denser to rarer medium. The angle of incident should be greater than critical angle for the given pair of media. Okay, ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ. വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6, ഗ്ലാസിൻ്റെ 42 ഡിഗ്രി. ആപ്ലിക്കേഷൻസ് വരുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ, ഡയമണ്ട്, എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ, എൻഡോസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, ഡയമണ്ട്, മൈക്രോസ്കോപ്പ് അല്ല, എൻഡോസ്കോപ്പ്. ഒപ്റ്റിക്കൽ ഫൈബർ, ഡയമണ്ട്, എൻഡോസ്കോപ്പ്. ഓക്കെ. ദ റിലേഷൻ ബിറ്റ്വീൻ ക്രിട്ടിക്കൽ ആംഗിൾ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്രിട്ടിക്കൽ ആംഗിൾ n2 by n1. n2 മുകളിൽ n1 താഴെ. n2 എന്ന് പറയുന്നത് എയർ ആണ്, സോ അത് 1 ആക്കി എടുത്തു. sin I by sin R is equal to
സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്വൽ ടു n2 ബൈ n1. സൈൻ ഐ എന്ന് പറയുന്നത് സൈൻ സി, ആംഗിൾ ഓഫ് ഐ ഇസ് സൈൻ ഐ ബൈ സൈൻ ആർ, സൈൻ സി ബൈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണ സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഐ സി, ഇവിടെ സൈൻ സി വരും, ഇവിടെ സൈൻ 90 വരും. അപ്പോൾ 1/n വന്നു, n2 1 ആക്കി എടുത്തു, അപ്പോൾ 1/n. സൈൻ സി എന്ന് പറയുന്നത് സൈൻ 90 1, അപ്പോൾ സൈൻ സി ഈസ് ഈക്വൽ ടു 1/n, n ഈസ് ഈക്വൽ ടു 1/sin സി. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ അറ്റ് എ സ്പെരിക്കൽ സ്ഫിയർ. ചേച്ചി സിംഗിളാണോ? ഓ, ചേച്ചി സിംഗിൾ തന്നെ. റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫിയർ, അറ്റ് എ സ്പെരിക്കൽ സർഫസ്. ഓക്കെ, ഇത് ആൽഫ പോയി, ഇവിടെ ഇത് സി കൂടെ പോണ നോർമൽ, നോർമലും ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇത് ഐ, ഇത് ബീറ്റ, ഇത് ഗാമ, അത് ആറ് കഴിഞ്ഞില്ലേ. അത് ഇങ്ങോട്ടുള്ള ദൂരം 6, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം v, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം -u. ഓക്കെ, ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്, ഇവിടെ mn എന്ന് കൊടുക്കുക, mn ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ഹൈപ്പോട്ടനസ് അല്ല, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് -u. For small angles tan alpha is equal to alpha, so alpha is equal to mn by -u. ഇനി അടുത്തത് tan beta is equal to mn divided by opposite by adjacent r, beta is equal to ഇതൊന്നാമത്തെ ഇക്വേഷൻ, mn divided by r, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി tan gamma is equal to opposite mn divided by v, so gamma is equal to mn divided by v, ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. I have a doubt, why do you think I am here? ഒരു മിനിറ്റ്, ഇപ്പോൾ ചാറ്റിന് റിപ്ലൈ പറയാനുള്ള നേരമില്ലാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഐ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1. ഐ എന്ന് പറയുന്നത് എന്താ? ആൽഫ പ്ലസ് ബീറ്റയാണ് ഐ, പൈ നമുക്ക് കിട്ടി. ഇനി 6 പ്ലസ് ഗാമയാണ് ബീറ്റ, സോ ആറെന്ന് പറയുന്നത് ആറിനോട് നിർത്തി, ബീറ്റ മൈനസ് ഗാമ, ഇത് 4, ഇത് 5. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ is equal to, for small angle sin I by sin r is equal to I by r, that is equal to I ഇവിടെ എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് ഗാമ, that is equal to ആൽഫ എത്ര? mn by -u പ്ലസ് sin I by sin r n2 1 എന്നും കൂടി എഴുതണ്ട ഇവിടെ, അതുണ്ട്, ഇതിനെ ക്രോസ് ചെയ്യണമായിരുന്നു. ഒരു മിനിറ്റ്, ഇവിടെ n2 1 എന്നും കൂടി ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുക. സൈൻ ഐ ഇൻറ്റു n1 ഇസ് ഈക്വൽ ടു n2 ഇൻറ്റു സൈൻ ആർ. അപ്പോൾ n1 ഇൻറ്റു സൈൻ ഐ എന്ന് പറയുന്നത് ഐ എന്താ? ആൽഫ പ്ലസ് ബീറ്റ, ഇറ്റ് ഇസ് ഈക്വൽ ടു n2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ഗാമ. n1 ഇൻറ്റു ആൽഫ എന്താ സംഭവം? mn ഡിവൈഡഡ് ബൈ -u പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് mn ഡിവൈഡഡ് ബൈ r, ദാറ്റ് ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് mn ബൈ r മൈനസ് mn ബൈ v.
അപ്പോൾ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എം എൻ ഒക്കെ ക്ലോസ് ആയി, എം എൻ എല്ലായിടത്തും പോയി. n1/-u പ്ലസ് n1/r ഇസ് ഇക്വൽ ടു n2/r മൈനസ് n2/v. എന്ത് ചെയ്യണം ഇനി? ഇവനങ്ങോട്ട് കൊണ്ടാണ്, ഇവനങ്ങോട്ട് വന്നു. n2/v മൈനസ് n1/u ഇസ് ഇക്വൽ ടു n2/r മൈനസ് n1/r. n2 കോമൺ ഡിനോമിനേറ്റർ ആയ കാരണം n2 മൈനസ് n1/r, n2/v മൈനസ് n1/u. ഇതാണ് സർഫസ്, സ്പെരിക്കൽ സർഫസിൻ്റെ റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് സ്പെരിക്കൽ സർഫസ് കഴിഞ്ഞിട്ട് പിന്നുള്ളതാണ് ലെൻസ് മേക്കേഴ്സ്. ലെൻസ് മേക്കേഴ്സിൻ്റെ ഫിഗർ വരുന്നത് ഇങ്ങനെ വരക്കണം. ലെൻസ് മേക്കേഴ്സ്, ലെൻസ് വയ്ക്കുക ഇങ്ങനെ. വെറുമൊരു തൂവൽ കൊണ്ടു ഇന്ന് അവിടെ വരെയുള്ള ദൂരം യു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഇത് ഐ ഡാഷ്, ഇത് I1, ഇത് I. സോ ഇത് V, ഇത് V1. A B C D. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ N1 N2. അതെ താങ്ക് യു ട്ടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടായതാണ് 500 സബ്സ്ക്രൈബേഴ്സൊക്കെ. ഞാൻ സത്യമായിട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അതിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ നമ്മളുടെ നേരത്തെ ഇക്വേഷൻ പറയുന്നത് n2 മൈനസ് n1 n2/v n2/v മൈനസ് n1/u is equal to n2 മൈനസ് n1/r. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എ ബി സി ഈ പോർഷൻ എടുക്കുക. ഈ പോർഷനിൽ n1 നിന്ന് n2ലേക്കാണ് പോണത്. അപ്പോൾ ഇത് ഒന്നാമത്തെ, ഇത് രണ്ടാമത്തെ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഓല്, ഇമേജ് ഉണ്ടാവണത് ആദ്യത്തെ I1. അപ്പോൾ n2 ഡിവൈഡഡ് ബൈ v എന്ന് പറയുന്നത് v1 മൈനസ് n1/u ഇസ് ഇക്വൽ ടു n2 മൈനസ് n1/r1. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്തത് എ ബി സി എടുത്തു. ഇനി എ ഡി സി. എ ഡി സിയിൽ n2 നിന്ന് n1ലേക്കാണ് പോണേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വീഡിയോ, ഇത് രണ്ട്. ഒബ്ജക്റ്റ് ഇരിക്കണത് I1, ഇമേജ് ഇരിക്കണത് I. സോ എന്തുണ്ടാവും? n2 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ n1 ഡിവൈഡഡ് ബൈ v എന്ന് പറയുന്നത് ഇമേജ് ഉണ്ടായത് ഇത്. അപ്പോൾ v മൈനസ് n2/v1 ഇസ് ഇക്വൽ ടു n1 മൈനസ് n2/r2. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് മൈനസ് പുറത്തെടുത്താൽ n2 മൈനസ് n1/r. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി അടുത്തത് ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം? n1/v മൈനസ് ഇത് രണ്ടാമത്തെ ഇക്വേഷനായി 1 + 2 ചെയ്യുക. അപ്പോൾ n2/v1 മൈനസ് n2/v1 പോയി. അപ്പോൾ എന്തുണ്ടായി? n1/v മൈനസ് n1/u ഇസ് ഇക്വൽ ടു n2 മൈനസ് n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്നിടാം. ഓക്കെ, ഇനി കോമൺലി n1 വെച്ച് കട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ n1, ദാറ്റ് ഈസ് 1/v മൈനസ് 1/u ഇസ് ഇക്വൽ ടു n2 മൈനസ് n1/n1 1/r1 മൈനസ് 1/r2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യുന് ഇൻഫിനിറ്റി കൊടുക്കണം, വിക്ക് എഫ് എന്നും കൊടുക്കണം. അപ്പോൾ 1/f ഇസ് ഇക്വൽ ടു n2/n1 എന്ന് പറയുമ്പോൾ n21
മൈനസ് n1 ബൈ n1 എന്ന് പറയുന്നത് 1 ബൈ r1 മൈനസ് 1 ബൈ r2 അങ്ങനെ കിട്ടി. ഇവിടെ അങ്ങനെ തന്നെ വരും കേട്ടോ, n21 മൈനസ് 1 ബൈ f. ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ n2ന് n1നും അത് കൊടുക്കണം. n2ന് n എന്നും n1ന് 1 എന്നല്ല കൊടുത്തത്. n2ന് n-ഉം n1ന് 1 എന്നാണ് എൻ്റെ അറിവ്. n2ന് n-ഉം n1ന് 1. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? 1 ബൈ f ഇസ് ഇക്വൽ ടു n മൈനസ് 1 ബൈ r1 മൈനസ് 1 ബൈ r2. ഇത് രണ്ടും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. ഇനി ഇതിൽ നിന്ന് ഇത് രണ്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി ഇക്വേഷൻ, ഇത് ഒരു ഇക്വേഷൻ, എത്ര? 3, ഇത് 4. ഫ്രം ഇക്വേഷൻ 3 and 4 നമുക്ക് എന്ത് കിട്ടും? 1 ബൈ എഫ് ഇസ് ഇക്വൽ ടു 1 ബൈ വി മൈനസ് 1 ബൈ യു. ഇതാണ് ലെൻസ് ഇക്വേഷൻ, our lens formula. Keep growing and shining. Thank you so much. ഓക്കെ, ഇനി അടുത്തത് പ്രിസം അല്ല, അത് കഴിഞ്ഞിട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല കഴിഞ്ഞു. ലെൻസ് മേക്കേഴ്സിൻ്റെ മാഗ്നിഫിക്കേഷൻ HI/HO രണ്ടും മുകളിലേക്ക് വരാം ലെൻസിൻ്റെ കേസിൽ, ഒബ്ജക്റ്റും ഇതും. അപ്പോൾ V/U ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ വരിക. പവർ, ഡയോപ്റ്റർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. P is equal to 1 by f. ഓക്കെ, പവർ നെഗറ്റീവ് ആവേണ്ടത് കോൺകേവ് ലെൻസിനും പവർ പോസിറ്റീവ് ആവേണ്ടത് കേവിൻ്റെ ഉള്ളിൽ എന്താ? കേവ് ഫുള്ള് നെഗറ്റീവ് എനർജിയാണ് കേവിൻ്റെ ഉള്ളിൽ. സോ പവർ കോൺകേവ് ലെൻസിൽ നെഗറ്റീവാണ്. കോൺകേവ് നെഗറ്റീവ്, ഓക്കെ, കോൺകേവ് നെഗറ്റീവ്, കേവിൻ്റെ ഉള്ളിൽ ഫുള്ള് നെഗറ്റീവ് എനർജിയാണ്, ആലോചിച്ച് വെക്കുക. അപ്പോൾ P നെഗറ്റീവ് ആവുന്നത് കോൺകേവ് ലെൻസിലും P പോസിറ്റീവ് ആവുന്നത് കോൺവെക്സ് ലെൻസിലും. പിന്നെ കൺവേർജിങ് ലെൻസും അതറിയോ? കൺവേർജിങ് മിററും കൺവേർജിങ് ലെൻസ് ഏതാണെന്നും പിന്നെ ഡൈവേർജിങ് ലെൻസ്, അതായത് നമ്മൾ മറ്റേ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തില്ലേ? കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും കൺവേർജിങ് മിററും ലെൻസുമാണ്. ഇനി കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും. ഇനി കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും ഇവർ കൺവേർജിങ്. ഇനി ഇതിൻ്റെ നേരെ തിരിച്ച് കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഇവർ ഡൈവേർജിങ്. ഓക്കെ, ഇതോർത്ത് വെച്ചോളൂ. ഇനി അടുത്തത് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസ്. കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസിൽ നമ്മൾ രണ്ട് തിൻ ലെൻസ് വരയ്ക്കാം. ഇത് നമ്മുടെ ഇത് ഓക്കെ, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു പിന്നെ ഒരു ഇമേജ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒന്ന് ഇവിടുന്ന് ചെരിഞ്ഞ് ഇങ്ങനെ. സോ 1 2 3. ഇത് I1, ഇത് IE, ഇത് O. ഇവിടെ നിങ്ങളുടെ ഉള്ളത് U, ഇവിടെ നിങ്ങളുടെ V, ഇവിടെ നിങ്ങളുടെ V1. ഇവിടെയും നമ്മൾ മറ്റേ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് O, ഇമേജ് ആദ്യത്തെ ഫോമായത് I1. സോ 1 ബൈ F ഇസ് ഇക്വൽ ടു 1 ബൈ F1 ഇസ് ഇക്വൽ ടു 1 ബൈ V മൈനസ് 1 ബൈ U അല്ലേ? V എന്ന് പറയുന്നത് V1 മൈനസ് 1 ബൈ U. 1 ബൈ F2 എന്ന് പറയുന്നത് F2ൻ്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് I1, ഇമേജ് ഇരിക്കുന്നത് I. അപ്പോൾ F2 ഇസ് ഇക്വൽ ടു 1 ബൈ ഇമേജ് V മൈനസ് 1 ബൈ V1. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 1 + 2 ചെയ്യാം. അപ്പോൾ എന്ത് പോവും? ഇതും പോവും. അപ്പോൾ 1 ബൈ F1 + 1 ബൈ F2 ഇസ് ഇക്വൽ ടു 1 ബൈ V മൈനസ് 1 ബൈ U. 1 ബൈ F1 + 1 ബൈ F2. ഇത് ന്യൂമറിക്കൽസിന് വരും നാളെ.
1/v മൈനസ് 1/u, അതായത് 1/v മൈനസ് 1/u എന്ന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട് നേരത്തെ? 1/f ആണ് പഠിച്ചിട്ടുണ്ട്. സോ 1/f. അപ്പോൾ 1/f effective is equal to 1/f1 plus 1/f2. So f is equal to f1 f2 divided by f1 plus f2. ഇതാണ് ഇക്വേഷൻ. ഹലോ ഫ്രണ്ട്സ്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ. സോ താങ്ക്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇനി നമ്മൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 1/f is equal to 1/f1 plus 1/f2. അതായത് f is equal to f1 f2 divided by f1 plus f2. ഇനി പവറിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ പവർ is equal to p1 plus p2. എന്നാൽ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ, ഇഫക്റ്റീവ് മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ m1 into m2 ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇനി അതുപോലെ ഇനി അടുത്തത് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. ഇതിവിടെ വരയ്ക്കാം. ക്ലാസ് ആണ്. ഓക്കെ, VX ഗെയിമിംഗ് ഒക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം? അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ നേരെ പോയി. പക്ഷേ ഇവനെങ്ങനെ പോവും? ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നേരെ പോവും. എന്നിട്ട് എന്തുണ്ടാവും? ഇവിടെ നിന്ന് ഇതിങ്ങനെ പോവും. ഇങ്ങനെ പോയി ഇങ്ങനെ പോവും. ഇവനിങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവന് വന്ന ഡീവിയേഷനാണ് ഇത്, ഡെൽറ്റ. PQRS, ഇത് ABC. ഇനി ഇവന് നോർമൽ വരയ്ക്കുക ഇവിടെ, ഇങ്ങനെ പോട്ടെ. പിന്നെ ഇപ്പുറത്തോൻ്റെ നോർമൽ ഇങ്ങനെ വരട്ടെ. ഇവിടെ നോർമൽ, ഇതും നോർമലും തമ്മിലുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് R1, ഇത് R2. ഓക്കെ, ഇതെന്ന് പറയുന്നത്, ഇത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇത് എമർജൻറ്റ് റേ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ I മൈനസ് R1, ഇത് E മൈനസ് R2. ഇത്രയല്ലല്ലോ. ഓക്കെ, ഇനി എഴുതേണ്ടത് PQ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേ ആണ്. ഇൻസിഡൻറ്റ് റേ PQ. QR എന്ന് പറയുന്നത് നാളെ ഇതെന്തായാലും ഒന്നെങ്കിൽ 4 മാർക്കിലോ അല്ലെങ്കിൽ 5 മാർക്കിലോ 6 മാർക്കിലോ എവിടെയെങ്കിലും കാണും കേട്ടോ നിങ്ങളത്. റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഉറപ്പാ. വെൽക്കം ടു എവരി വൺ ഇൻ ദ ലൈഫ്. പഠിച്ചുകൊണ്ടിരിക്കുക, ഇരുന്നോ? കമ്പ്യൂട്ടർ എക്സാം എന്നാ? ഞാൻ നിങ്ങളുടെ ഇതൊന്നും നോക്കണില്ല കേട്ടോ, ഞാൻ പഠിക്കുന്നുണ്ട്. QR നാളെ രാവിലെ എക്സാമാണ്, അതുകൊണ്ടാണ്. QR റിഫ്രാക്റ്റഡ് റേ ആണ്. ഇനി RS എന്ന് പറയുന്നത് എമർജൻറ്റ് റേ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നിങ്ങൾക്കൊക്കെ? ഞാൻ എഴുതണതോ എന്തെങ്കിലും ശരിയാക്കാനുണ്ടോ? എമർജൻറ്റ് റേ, RS എന്ന് പറയുന്നത് എമർജൻറ്റ് റേ ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡെൽറ്റ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേക്ക് വന്ന ഡീവിയേഷനാണ് ഡെൽറ്റ. ഓക്കെ, കൺസിഡർ ദ ക്വാഡ്രിലേറ്ററൽ AQNR. നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിയ സംശയം ഞാൻ കാണില്ല, അതാണ് പ്രശ്നം. ഞാൻ എഴുതുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം. AQNR. ഓക്കെ, ആംഗിൾ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ആംഗിൾ A പ്ലസ്, ആംഗിൾ Q പ്ലസ്, ആംഗിൾ N പ്ലസ്,
ആംഗിൾ ആർ ഇസ് ഇക്വൽ ടു 360 ഡിഗ്രി. അതിൽ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ എ പ്ലസ് ക്യൂ 90 പ്ലസ് ആംഗിൾ എൻ പ്ലസ് 90 ഇസ് ഇക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ എൻ ആർ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇനി കൺസിഡർ ദ ട്രയാങ്കിൾ ക്യൂ എൻ ആർ. കൺസിഡർ ട്രയാങ്കിൾ ക്യൂ എൻ ആർ. അപ്പോൾ എന്ത് സംഭവിക്കും? ക്യൂ എൻ ആർ കൺസിഡർ ചെയ്യുമ്പോൾ R1 plus R2 R1 plus R2 plus ആംഗിൾ ക്യൂ എൻ ആർ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? R1 plus R2 എന്ന് പറയുന്നത് ആംഗിൾ എ ആണ്. അതെ, ഈ ഇക്വേഷനിൽ നിന്നാട്ടോ നമുക്കത് കിട്ടിയത്. ഈ ഇക്വേഷനിൽ നിന്ന് R1 plus R2 പിന്നെ ആംഗിൾ ക്യൂ എൻ ആർ 180 ആണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ആംഗിൾ, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് I minus R1 delta is equal to I minus R1 plus E minus R2. അപ്പോൾ ഡെൽറ്റ is equal to I plus E minus R1 plus R2. അപ്പോൾ I plus E R1 plus R2 എന്താണെന്ന് പറഞ്ഞു? എ ആണ് പറഞ്ഞു. ഇതാണ് ഡെൽറ്റ. ഡെൽറ്റ is equal to I plus E minus A ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. എൻ്റെ നെയിം ഹെലൻ, സ്ഥലം തൃശ്ശൂർ, +2 പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഡെൽറ്റ കിട്ടി, ഐ കിട്ടി. ഇനി നമുക്ക് ഇവിടുത്തത് കഴിഞ്ഞ് ഇനി നമുക്കൊരു ഗ്രാഫ് വരയ്ക്കണം. ഇങ്ങനെ വന്ന് ഒരു പോയിന്റിലെത്തുമ്പോൾ ഇങ്ങനെ കൂടും. ഇത് മിനിമം ഡീവിയേഷൻ. ഈ പോയിൻ്റാണ് മിനിമം ഡീവിയേഷൻ. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് ഡെൽറ്റ. ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? ഡെൽറ്റ എന്ന് പറയുന്നത് DM ആയിരിക്കും. R1 ഇസ് ഇക്വൽ ടു R2 ഇസ് ഇക്വൽ ടു R. പിന്നെ I ഇസ് ഇക്വൽ ടു E. പിന്നെ ഒരു സാധനം കൂടി സംഭവിക്കുമല്ലോ, റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു refracted ray parallel to its base. Refracted ray parallel to base BC. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ബേസ് ചെയ്ത് ഇനി ദ ഇക്വേഷൻ 1 വിൽ ബി എന്ത് സംഭവിക്കും? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് R1 plus R2. അതെന്താണ്? R ആണ്. അപ്പോൾ 2R ഇസ് ഇക്വൽ ടു എ. അപ്പോൾ R ഇസ് ഇക്വൽ ടു A/2. ഇതൊരു ഇക്വേഷൻ. ഇതടുത്ത ഇക്വേഷനാണ്. ഇനി അടുത്തത് ഇത് 2I മൈനസ് എ എന്ന് പറയുന്നതാണ് ഡെൽറ്റ. സോ I ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് A/2. ഡെൽറ്റ ഇവിടുത്തെ കേസിൽ DM ആവും. സോ DM പ്ലസ് A/2. ഇതാണ് I. അപ്പോൾ ഇത് കിട്ടി. ഇനി സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു N/1. ഫോർ സ്മോൾ ആംഗിൾസ് അതേ എഴുതിക്കോളൂ കേട്ടോ. ഫോർ സ്മോൾ ആംഗിൾ സൈൻ I ആയിട്ടും സൈൻ R ആയിട്ടും എടുക്കും. അപ്പോൾ എന്താവും? I DM പ്ലസ് A/2 ഡിവൈഡഡ് ബൈ A/2. 2ഉം 2ഉം വെട്ടി. അപ്പോൾ DM പ്ലസ് A/A വന്നു. BX ഗെയിമിംഗ് എൻ്റെ ചാനൽ കയറി നോക്ക്. When are you going to sleep? സ്ലീപ്പ് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കില്ല എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ചിലപ്പോൾ രാത്രി കുറച്ച് നേരം ഇരിക്കും. എന്നിട്ട് രാവിലെ നേരത്തെ അല്ല, രാവിലെ സാധാരണ പടി എണീറ്റ് ഞങ്ങൾക്ക് നാളെ രാവിലെ 8:30 എത്താൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? ഡി എം പ്ലസ് എ ബൈ ഇവിടെ എ വന്നു, അതാണ് N21. നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഡി എം ബൈ എ പ്ലസ് എ ബൈ എ 1 = N21. നമുക്ക് ഡി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എം ആണ് ഡെൽറ്റ ഡീവിയേഷൻ. അപ്പോൾ ഡി എം = N21 പ്ലസ് 1 വരുമ്പോൾ -1 ആയി, ഡിവൈഡഡ് ബൈ എ എന്നുള്ളത് ഇൻറ്റു എ ആയി. ശരിയാണോ നോക്കാം? N21 -1. ഓക്കെ, ശരി. ക്ലോസസ്റ്റ് എന്താണ്? നിയർ പോയിന്റ്. ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ വിച്ച് ദ ലെൻസ് ക്യാൻ ഫോക്കസ് ലൈറ്റ് ഓൺ ദ റെറ്റിന ഈസ് കോൾഡ് നിയർ പോയിന്റ്. ദ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ദ നോർമൽ വിഷൻ ടേക്സ് ആസ് 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കുഴപ്പമില്ല. +1 ഈതറോ ലെൻസ് സ്മോക്കറാ? വെൽക്കം. അതുണ്ടല്ലോ, നേരത്തെ എൻ്റെ അടുത്ത് LCR സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടോ? ആൾക്ക് വരച്ചാണ് തരാം. ഉണ്ടോ അവിടെ? LCR സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞ ആൾ ഇവിടെ ഉണ്ടോ? ഈസ് ഇറ്റ് ദർ? ഉണ്ടോ? LCR സർക്യൂട്ട് വരയ്ക്കട്ടെ? വേറെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? വരയ്ക്കണ്ടേ? എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു. റേ ഓപ്റ്റിക്സ് ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ പാഠങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഫോണ് +1 ഹൗ മച്ച് മാർക്ക്? ആർക്ക്? എനിക്കാണോ അതോ വേറെ ആരോടെങ്കിലും ആണോ ചോദിക്കണേ? നിങ്ങളാണോ നേരത്തെ LCR സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞ? ദേവദർശൻ. എനിക്ക് +1 94%. ഓക്കെ, വരയ്ക്കാൻ പോവാട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചോദ്യം വരെ കഴിഞ്ഞാൽ LCR സർക്യൂട്ടിൻ്റെ ചിലപ്പോൾ ഇമ്പിഡൻസ് കാണാനാണ് ചോദിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെസൊണൻസ് ചോദിക്കാം. റെസൊണൻസ് കണ്ടീഷനിൽ ഇമ്പിഡൻസിന് എന്താ പറ്റുകയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ആദ്യം LCR സർക്യൂട്ട് ഫുള്ള്, അതായത് ഒരു 3 മാർക്കിൻ്റെ ചോദ്യം വരണതിന് വെച്ചാൽ ചെയ്യേണ്ടത്, ആദ്യം ഒരു റെസിസ്റ്റർ, പിന്നെ ഒരു കപ്പാസിറ്റർ, പിന്നെ ഒരു ഇൻഡക്ടർ. ഇവരെ ആരായിട്ട് കണക്ട് ചെയ്യണം? ഒരു AC സോഴ്സായിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ. ഇനി നമ്മളെല്ലാ ഇതിലും ആദ്യം ചെയ്യേണ്ടത് എന്താ? V = sin ωt. ഓക്കെ, I = I0 sin ωt + 5. അങ്ങനെ എഴുതാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 എഴുതണം. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ആരുടേതിൽ? റെസിസ്റ്റർ VR0 = I0 × R. ഇതുപോലെ പീക്ക് വാല്യൂ ഓഫ് റിപ്പീറ്റ് ചെയ്തേ. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കപ്പാസിറ്ററിൻ്റെ C0 = I0, കപ്പാസിറ്ററിൻ്റെ XC. ഇനി ദ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എൻ്റെ VL0 = I0 XL. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ 3 വാല്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമ്മൾ ഇതിൻ്റെ 2 ഫിഗറാണ് വരയ്ക്കാനുള്ളത്. ഒന്ന് കാണണ്ടല്ലോ അല്ലേ? ഒന്ന് വരയ്ക്കേണ്ടത് അതെ, പിന്നെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇതിന് 90 ഡിഗ്രി അല്ല, ഒരു മിനിറ്റ്. ഇങ്ങനെ വരയ്ക്കുക. ഇതിന് 90 ഡിഗ്രി ആയിട്ട് ഇത് വരയ്ക്കണം. ഏകദേശം 90 ഡിഗ്രി നോക്കിയിട്ട് ഇതിന് നീട്ടത്തിരി കൂട്ടിയിട്ട്, ഇവന് ഇത്തിരി നീട്ടം കൂട്ടി വരയ്ക്കണേ. അവിടെ ഉള്ളത് ഒന്ന് മറ്റേ നമ്മുടെ ആ ഫിഗർ വെച്ച് ഐയും മറ്റേ റെസിസ്റ്ററിൻ്റെ ഇതും സെയിം ഫേസിൽ
ഇവിടെ വി എൽ, ഇവിടെ വി സി, ഇവിടെ വി എൽ നോട്ട്, ഇതിൻ്റെ ഡിസ്റ്റൻസ് വി ആർ നോട്ട്, ഡിസ്റ്റൻസ് ആട്ടോ ഈ ഇതിൻ്റെ നീളമാണ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് വി സി നോട്ട്. നമ്മുടെ അടുത്ത ഫിഗർ എന്ന് പറഞ്ഞാൽ അടുത്ത ഫിഗറിന് ഒരു മിനിറ്റ്, ഫിഗറിന് തരില്ല. അടുത്ത ഫിഗർ ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരയ്ക്കാൻ സ്ഥലമില്ല, കട്ടിൽ അഡ്ജസ്റ്റബിൾ ആക്കാം, നീട്ട് വരയ്ക്കണ്ടേ, ചെറുതാക്കി വരയ്ക്കാം. ഇത് വി ആർ, ഇത് ഇങ്ങോട്ട്, ഇത് വി ആർ കഴിഞ്ഞാൽ ഇത് വി, ഇത് വെറും വി, ഇത് വി നോട്ട്, ഇത് വി ആർ നോട്ട്. ഇനി ഏകദേശം ഈ ഡിസ്റ്റൻസ് വേണം ഇവിടേക്ക് വരയ്ക്കാൻ. ഓക്കെ, ശരിക്കും നമ്മളിത് വലിയ നീളത്തിലാണ് എടുത്തത്, ഇതിപ്പോൾ സ്ഥലത്തുകൊണ്ട് വരച്ചാട്ടെ. അപ്പോൾ ഇവിടേക്ക് എടുത്തു. ഇതിനാണല്ലോ നീളം കൂടുതൽ, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീളം കൂടുതലുള്ള എൻ്റെ ഇതെടുക്കും. ഓക്കെ, അപ്പോൾ വി സി, ഇവിടെ വി സി മൈനസ് വി എൽ വരും, വി സി പ്ലസ് വി എൽ വരും. ഇവിടെ വി സി നോട്ട് മൈനസ് വി എൽ നോട്ട് വരും. ഇത് രണ്ടും കൂടി കൂട്ടിയതിൻ്റെ ഇതാണ് ഇവിടെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വി സി നോട്ട് മൈനസ് വി എൽ നോട്ടാണ്. ഓക്കെ അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവിടെയും എന്ത് സംഭവിക്കും, വി സി നോട്ട് മൈനസ് വി എൽ നോട്ട് വരും. ഇതാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്കതിൽ എഴുതാനാണുള്ളൂ. പേന എവിടെയോ കൊണ്ടുവന്ന് വെച്ചു, എവിടെ പോയി എൻ്റെ പേന, എവിടെ പോയി കാണാനില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തില്ല, ഇവിടെ ഒമേഗ ടി അല്ലേ, ഒമേഗ ടി പ്ലസ് 5, ഇവിടെ ഒമേഗ ടി, ഇത് 5, ശരിയല്ലേ? ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് V0 സ്ക്വയർ ആണ്. V0 സ്ക്വയർ അല്ലേ, V0 സ്ക്വയർ എന്ന് പറയുന്നത് വി ആർ സ്ക്വയർ, വി ആർ സീറോൻ്റെ സ്ക്വയർ പ്ലസ് വി സി സീറോ മൈനസ് വി എൽ സീറോൻ്റെ സ്ക്വയർ. ഓക്കെ, V0 സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് എടുക്കാം. അപ്പോൾ V0 കിട്ടും, റൂട്ട് വി ആർ നോട്ടിൻ്റെ സ്ക്വയർ പ്ലസ് വി സി സീറോ മൈനസ് വി എൽ സീറോൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വി ആർ സീറോയും ഇതൊക്കെ നമ്മൾ ആദ്യം ഇതിവിടെ ചെയ്തില്ലേ, ഇതിട്ട് കൊടുക്കാം. ഐ നോട്ട് ആറ് അതിൻ്റെ സ്ക്വയർ പ്ലസ് ഐ നോട്ട് എക്സ് സി മൈനസ് ഐ നോട്ട് എക്സ് എല്ലിൻ്റെ സ്ക്വയർ, അതിനെ റൂട്ട് ഇടുക. ഐ നോട്ട് കോമൺ ആയതുകൊണ്ട് ഐ നോട്ടിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എല്ലിൻ്റെ ഹോൾ സ്ക്വയർ, എക്സ് എല്ലിൻ്റെ ഹോൾ സ്ക്വയർ. ഇനി വി നോട്ട് ഐ നോട്ടിനെ ഇങ്ങോട്ട് എടുത്തു, ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എല്ലിൻ്റെ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ നോട്ട് ബൈ, ഇതാണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ സെഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എല്ലിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പിഡൻസ്. ഇനി ഇമ്പിഡൻസ് ഇപ്പോൾ ഇത് കിട്ടിയില്ലേ, ഇനി ഇമ്പിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് ഫേസ് ആംഗിൾ. നമ്മളിവിടെ 5 ചെയ്തില്ലേ, 5, ഈ ഫേസ് ആംഗിളിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക, അങ്ങനെയല്ലല്ലോ, ഇങ്ങനെ വിചാരിക്കുക, ഇങ്ങനെ, ഇതാണ് 5. ഇവിടെ എന്താണ് ഇത് ഹൈപ്പോട്ടനീസ്, ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ് എക്സ് സി മൈനസ് എക്സ് എൽ. ഇപ്പോൾ 5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, 5 കണ്ടുപിടിക്കാൻ സൈൻ അല്ലേ,
ടാൻ എടുക്കണം. ടാൻ ഫൈ എടുക്കണം. ഓപ്പോസിറ്റ് എക്സ് ഇ മൈനസ് എക്സ് എൽ അഡ്ജസൻ്റ് ആർ. സോ എക്സ് ഇ മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ഇവിടെ കാണില്ലല്ലോ. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്തായി എക്സ് ഇ മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ. ഇവിടെ എന്തുണ്ടായാലെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇ മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ഈ റൂട്ടും സ്ക്വയറും കട്ടായിപ്പോയി. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ. ഇതാണ് ഫൈ. ഇനി അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് കണ്ടീഷനിൽ എന്തായിരുന്നു, സെഡ് ഇസ് ഈക്വൽ ടു, ഇപ്പം എന്താ കിട്ടിയ, സെഡ് ഇസ് ഈക്വൽ ടു ഒരു മിനിറ്റ് നോക്കട്ടെ. അറ്റ് റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0 ഇസ് ഈക്വൽ ടു V0 ബൈ സെഡ്. റെസൊണൻസ് കണ്ടീഷനിൽ കറൻറ്റ് മാക്സിമം ആവണം, സെഡ് മിനിമം ആവണം. ഇതാണ് റെസൊണൻസ് കണ്ടീഷൻ. സെഡ് മിനിമം ആവണമെങ്കിൽ എക്സ് ഇ മൈനസ് എക്സ് എൽ 0 ആവണം. എക്സ് ഇ മൈനസ് എക്സ് എൽ എപ്പോഴാണ് 0 ആവുക, എക്സ് ഇ ഈക്വൽ ടു എക്സ് എൽ ആവണ സമയത്താണ് ഇത് 0 ആവുക. അപ്പോൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ I0 ഇസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ എന്തായി, I0 ഇസ് ഈക്വൽ ടു V0 ബൈ ആർ സ്ക്വയർ എന്ന് വന്നു, റൂട്ട് ആർ സ്ക്വയർ എന്ന് വന്നു. സ്ക്വയർ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ I0 ഇസ് ഈക്വൽ ടു V0 ബൈ ആർ എന്ന് വന്നു. ഇതാണ് റെസൊണൻസ് കണ്ടീഷനിൽ. റെസൊണൻസ് കണ്ടീഷനിൽ LCR സർക്യൂട്ട് ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതായത് LCR സർക്യൂട്ട് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും അറ്റ് റെസൊണൻസ് കണ്ടീഷനിൽ. അപ്പോൾ അതിൻ്റെ Z എന്ന് പറയുന്നത് ആറായിരിക്കും, അതായത് ഇമ്പിഡൻസ് ആറായിരിക്കും. എന്താണോ നമ്മുടെ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ അത് തന്നെയായിരിക്കും. പവർ ഇവിടെ VRMS × IRMS ആണ് ആരുടെ, റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ. അപ്പോൾ അതായിരിക്കും. പിന്നെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും സെയിം ഇതിലാണ്, ഒരു സെയിം ഫേസിലാണ്. സോ 0 cos 0 എന്ന് പറയുമ്പോൾ cos 0 ഇസ് ഈക്വൽ ടു 1. അതാണ് ഫേസ് ആംഗിൾ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. കാണുന്നില്ലെങ്കിൽ പറയണ്ടേ, കാണില്ലാന്ന്. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് പഠിക്കാനുള്ളത്, ഇനി ഒന്ന് എല്ലാം ലാസ്റ്റത്തെ കുറച്ച് പാഠങ്ങളും കൂടി നോക്കിയിട്ട് കിടന്നുറക്കാം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും വേണോ? കഴിഞ്ഞു. ചോദിച്ച ആൾക്ക് മനസ്സിലായോ? അത് ആരായിരുന്നു? ഏതോ ദേവ് എന്ന് പറഞ്ഞ ആരോ ആയിരുന്നു. ദേവല്ലേ? ആരായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്? ദേവദർശൻ. യെസ്, ദേവദർശന് കിട്ടിയായിരുന്നോ? VX ഗെയിമിങ് എന്താ ചെയ്യണേ? പഠിക്കുവാണോ? ടഫസ്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ചെയ്യുമോ? ടഫസ്റ്റ് ആയിട്ടുള്ളത് ഏതാ? നിങ്ങൾക്ക് ഏതാ ടഫസ്റ്റ് ആയിട്ട് തോന്നണേ അത് ചെയ്യാം. ഏതാ ചെയ്യണ്ടേ? ടഫസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസം ഇതൊക്കെയാണ് ടഫസ്റ്റ് ആയിട്ടുള്ളത് വരണത്. പിന്നെ ഏതാ ടഫസ്റ്റ്? ഐഡിയൽ സൈൻ തീറ്റയുടെ മറ്റേ ഇത്, അയ്യോ
ബയോട്ട് സവാട്ടിലോ വെച്ചിട്ടുള്ള ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ടഫായിട്ട് തോന്നണേന്ന് വെച്ചാൽ പറയും. ഞാനൊരു 10 മിനിറ്റും കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കിടന്നുറങ്ങാനില്ല. കുഞ്ഞിക്കാവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ. I am not a fan of the old bread. I am a fan of the new. പഞ്ഞിച്ചോറുൽ മാനസം വെറുമൊരു തോവൽ കൊണ്ടു ഇതരം ഏതാണ്ട് BX ഗെയിമിങ്ങിന് ഞാനിവിടെ വെച്ചേക്കാം. എന്താ വിചാരിക്കുക ആൾക്കാർ ഇനി? ഏത് ഡെറിവേഷൻ? ഫസ്റ്റ് ഡെറിവേഷനായിട്ട് ടോർക്ക് ഏതിൻ്റെ ടോർക്കാ? ആദ്യത്തെ ചാപ്റ്ററിലത്തെ ടോർക്കാണോ? ഏത് ടോർക്കാ ചെയ്യണ്ടേ? ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആ ടോർക്കിൻ്റെ ആണോ? ടോർക്കിൻ്റെ ഡി തീറ്റ വരുന്നതാ അതാണോ? എഫ് ഇൻറ്റു അതല്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണോ? ഏത് ടോർക്കാ? ഇവിടെ ഒരു ടോർക്ക് വരുന്നുണ്ട്. ഈ ടോർക്കാണോ? പേഴ്സൻ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. those egos are so cute. ചേച്ചി നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കണം. ഐ വിൽ പ്രേ ഫോർ യു. നല്ല മാർക്സ് കിട്ടട്ടെ. അങ്ങനെയല്ല, ഏതായാലും ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാരണം ആരെങ്കിലും ഒരാൾ, എല്ലാവരും അറിയില്ല എനിക്ക്, എല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ടോയെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരാൾ ഒപ്പിരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടട്ടെ. ഇതാണോ ചെയ്യേണ്ടത്? ഓക്കെ. ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ടോർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടോർക്കാണ്, ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ ഇതിൽ വെച്ചു. ഇതാണ് നമ്മുടെ ഡൈപോൾ. ഇവിടെ വെച്ചാൽ ഇവിടെ വരയ്ക്കും. ഇവിടെ ഡൈപോൾ -Qയിൽ നിന്ന് +Qയിലേക്കാണ് പോവുക. ഇത് ഇവിടെ 2a, ഇതൊരു ട്രയാങ്കിൾ ആക്കുക. ഇവിടെ തീറ്റ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് F = QE. ഇവിടെ നിന്ന് ഇങ്ങോട്ട് F = -QE. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ BN. ഇതാണ് സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് BN. കാണുന്നില്ല, സോറി. ഞാൻ +1 ചേച്ചി, ബട്ട് യുവർ വീഡിയോസ് ആർ ഇൻസ്പയറിങ്, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഞാൻ +1 ഇപ്പോൾ ഞാൻ കെമിസ്ട്രിയും ഫിസിക്സ് ചെയ്തിട്ടുണ്ട്. അന്ന് പഠിക്കുമ്പോൾ ഞാൻ വരാം ലൈവ്. അപ്പോൾ നിങ്ങളൊക്കെ വായോ. ഞാൻ പക്ഷേ നിങ്ങളൊക്കെ നല്ലോണം പഠിച്ചെഴുതിക്കോ. ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോവുള്ളൂ. ഓക്കെ, അത് കാണില്ല അല്ലേ? ഓക്കെ. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് BN, ഹൈപ്പോട്ടന്യൂസ് 2a. അപ്പോൾ BN എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 2a സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ QE ഇൻറ്റു 2a സൈൻ തീറ്റ. 2AQ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ P ആണ്. അപ്പോൾ PE സൈൻ തീറ്റ ദാറ്റ് ഈസ് = P ക്രോസ് E. ടോർക്ക് = P ക്രോസ് E. ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ ടോർക്ക് Pക്ക് പകരം M ക്രോസ് B വരും. ഇതുപോലെ തന്നെ. എല്ലാവരും ലൈക്ക് മൈ ബ്രസ്. ഓക്കെ, കിട്ടിയാ? റിൻസ് ആരായിരുന്നു? റിൻസ് എന്താ റിൻസയ്ക്ക് കിട്ടിയാ? ഇനി ഇതുപോലെ ടോർക്ക് വേറെ എവിടെയാ? എവിടെ ടോർക്ക്? പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇതിലാണ് ടോർക്ക് വരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിലോ അല്ല, 4 തോന്നുന്നുണ്ട്.
എന്താ ടോർക്ക്. സെർച്ച് എവിടെ? ബാഡ് കമൻസ് ആറുണ്ടോ? താങ്ക് യു. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കും. കഴിഞ്ഞു. ഞാനിനി എൻ്റേതായിട്ട് ഇനി കുറച്ച് റിവിഷനും കൂടിയൊക്കെ ഒന്ന് അതും കൂടെ പറഞ്ഞു തരുമോ? ഓക്കെ വെയിറ്റ്. അതായത് നമ്മൾ ടോർക്ക് എടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ്? സർക്കിളിലല്ലോ, ക്ലോക്ക് വൈസിലാണ് ഇതിൻ്റെ ഡയറക്ഷൻ പോണത്. എ ബി. ഞാൻ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കട്ടെ, അതുകൊണ്ട് എനിക്കിതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അതും കോഡ് പറഞ്ഞുതരും. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വട്ടത്തിലാണ് മീൻ ക്ലോക്ക് വൈസാണ് ഇതിലുള്ളത്. മറ്റേ ഇതിൽ വേറെ ഒരെണ്ണം വരുന്നുണ്ട്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസാണ്, ഇത് ക്ലോക്ക് വൈസാണ്. പിന്നെ മറ്റേ കിർച്ചോഫ് റൂളിൽ വരുന്നതും എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇത് ക്ലോക്ക് വൈസ്. ഓക്കെ, ഇതാണ് ക്ലോക്ക് വൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എ ബി സി ഡി. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് എൽ. ഇതൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി. എ ബി സി ഡി. ഓക്കെ, ഫോഴ്സ് എ ബിയിൽ വരുന്നത് ILB സൈൻ തീറ്റ. സൈൻ ഇവിടെ എന്താണ്? എ ടു ബി. ഇവിടെ സൈൻ 90 ഡിഗ്രി. അതായത് ഇത് പാരലായിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ ഇതും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സൈൻ 91 ആണ്. അപ്പോൾ ILB വന്നു. FCD അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വരാം. ILB വരും. തീറ്റ = 90. ആദ്യത്തെ ഇൻവേർഡ്, ഔട്ട്വേർഡ്, ഡൗൺവേർഡ്, അപ്പ്. IODU അങ്ങനെ പഠിച്ചു. IODU ഞാൻ എപ്പോൾ ഉണ്ടാക്കിയതാണ്. IODU ഇൻവേർഡ്, ഔട്ട്വേർഡ്, IODU. ഡി എന്താ? ഡൗൺവേർഡ്, അപ്വേർഡ്. IODU കേട്ടോ, ഓർത്ത് വയ്ക്കണം. IODU. അപ്പോൾ ഇവിടെ CDയിലും ILB വന്നു. ഇനി BCയിൽ ILന് പകരം ഇവിടെ ഉള്ളത് B ആണ്. അപ്പോൾ IBB സൈൻ ആൽഫ വന്നു. ഇവിടെ സൈൻ തീറ്റ നമുക്കറിയില്ല എത്രയാണ്. ഓക്കെ, അപ്പോൾ IBB ഇവിടെ സൈൻ ആൽഫ വന്നു, ഡൗൺവേർഡ്. ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് ഫോഴ്സ് ഇതിൻ്റെ ഉള്ളിൽ 0 ആയിരിക്കും. എന്നാൽ ടോർക്ക് അവിടെ ഉണ്ടാവും. ടോർക്ക് 0 അല്ല. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ILB ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് B സൈൻ തീറ്റയാണ്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അവിടെ എന്താവും? NIAB സൈൻ തീറ്റ എന്ന് വരും. NIAB എന്ന് പറയുന്നത് ടോർക്കാണ്. ഓക്കെ, ടോർക്ക് ഈസ് ഈക്വൽ ടു പിന്നെ NIA. ഇത് നോക്കല്ലേ, ഒരു മിനിറ്റ്. NIA ആണ് M. അതായത് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൽ NIA = M എന്ന് പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ NIA എന്ന് പറയുന്നത് M ആണ്. L ഇൻറ്റു B എന്താണ്? A ആണ്. അപ്പോൾ NIAB സൈൻ തീറ്റ വന്നു. NIA എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? മാഗ്നറ്റിക് ഡൈപോൾ. MB സൈൻ തീറ്റ, ദാറ്റ് ഈസ് M ക്രോസ് B. ഓക്കെ, ഇത് രണ്ടും തോന്നുന്നുണ്ട് ടോർക്കിൽ വരണുള്ളൂ. വേറെ ടോർക്ക് വേറെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെയുള്ളത് കുറേ വർക്ക് ഡണ്ണുകളാണ്. അത് നിങ്ങൾ നോക്കി നിങ്ങളുടേതായിട്ടുള്ള വല്ല കോഡ് ഉണ്ടാക്കി പഠിച്ചോ. കുറേ വർക്ക്, അതായത് ആ വർക്ക് ഡൺ ഇന്ന പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ. വേറെ ടോർക്ക് ഇല്ല, തന്നെ ഉള്ളു. കഴിഞ്ഞു. ഈ ചാപ്റ്റേഴ്സിലാണ് മെയിൻലി ഇങ്ങനെ ഡെറിവേഷൻസ് ഒക്കെ വരുന്നത്. ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സിലൊന്നും പിന്നെ ഡെറിവേഷൻസ് ഒന്നും ഇല്ലല്ലോ, തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. കുളിച്ചിട്ടാകെ ഒരുമാതിരി പ്രാന്തത്തുള്ള പോലെ ഇരിക്കും. ചേച്ചിയുടെ എൻ്റെ വീട് തൃശ്ശൂർ.
തൃശ്ശൂരാണ് വീട്. റിൻസയുടെ നാട് എവിടെ? വേറെ എവിടെയാണ് സ്ഥലം? പാടിയോ സെറ്റ് കണ്ണൂരാ? ഓക്കെ. കണ്ണൂരുകാർ കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇതിൽ. അങ്ങനെ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും നല്ലൊരു മാർക്ക് വാങ്ങണം എല്ലാവരും. ഓക്കെ, എല്ലാവരും നന്നായി പഠിച്ചോളൂ കേട്ടോ. പഠിച്ചതൊക്കെ ഓർത്തോളൂ. ഇനി രാത്രി കിടക്കുമ്പോൾ ആലോചിക്കാം. അപ്പോൾ നമ്മൾ മറന്നു പോകും. എന്നിട്ട് വീണ്ടും വന്ന് ബുക്ക് എടുത്ത് നോക്കിയിട്ട് പിന്നെയും ചെന്ന് കിടന്നിറങ്ങും. ഞാൻ അങ്ങനെ ചെയ്യാറ്, കിടന്ന് ആലോചിക്കും. +1 ഇംഗ്ലീഷിന് എന്ത് പറ്റി? സങ്കടമാണല്ലോ. പ്രൊഫൈൽ എന്തോ ആളുടെ മാറി വന്നില്ല, ഞാൻ കണ്ടു ഇൻസ്റ്റയിൽ റീൽ. പ്രൊഫൈൽ ആരുടെയോ കുറേ പേര് ഏതോ ആണാന്ന് വിചാരിച്ച് പെണ്ണ് ഏതോ ഒരുത്തിയായിരുന്നു അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. നോക്കർ വെൽക്കം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് ഇരിക്കട്ടെ. കമ്പ്യൂട്ടർ സയൻസ് എഴുതണ ഒരു ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അവർക്കും മറ്റൊന്ന് അടിപൊളി പഠിക്കട്ടെ. ന്യൂക്ലിയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്താണ്? ന്യൂക്ലിയർ പിന്നെ മാസ് ഡിഫക്റ്റ് എന്താണ്? പിന്നുള്ളത് എന്താ? പിന്നെ ഐസോട്ടോൺ, ഐസോടോപ്പ്, ഐസോബാർ, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ. റെക്ടിഫയർ എന്താണ്? ഒരു മിനിറ്റ്, റെക്ടിഫയറിൻ്റെ പാഠം എടുക്കട്ടെ. റെക്ടിഫയർ ഏതായിരുന്നു പാഠം? റെക്ടിഫിക്കേഷൻ. അയ്യോ, ഏതായിരുന്നു പാഠം? മറ്റേ സെമി കണ്ടക്ടറിലല്ലേ റെക്ടിഫയർ ഉള്ളത്? ഐ തിങ്ക് സോ. Rectification. ക്യാരക്ടറിസ്റ്റിക്സ് റെക്ടിഫയറുടെ. അതായത് റെക്ടിഫയർ 2 എണ്ണം ഉണ്ട്, അതന്നെയല്ലേ? ഒരു മിനിറ്റ്, എനിക്കൊരു സംശയം. വെയിറ്റ്, നോക്കട്ടെ. തെറ്റി പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെയും കൂടി മാർക്ക് കളയണ്ടല്ലോ. റെക്ടിഫയർ which converts power is റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് വിച്ച് കൺവേർട്ട്സ് AC പവറിനെ DC പവറിലേക്ക്, ACനെ DC ആക്കി മാറ്റണം. ജ്വല്ലന ഹിയർ മാഡം. നെക്സ്റ്റ് ഡ്യൂട്ടി എപ്പോഴാണ്? നെക്സ്റ്റ് ഡ്യൂട്ടി ഒന്നുമില്ല എനിക്ക്. നെക്സ്റ്റ് ഡ്യൂട്ടി രാവിലെ എണീറ്റ് സ്കൂളിൽ പോവുക, പരീക്ഷ എഴുതുക, അതാണ് അടുത്ത ഡ്യൂട്ടി ഉള്ളത്. അതായത് റെക്ടിഫയർ എന്ന് പറഞ്ഞ ഇതാണ് ദ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് ACനെ DC ആക്കി മാറ്റുന്നതാണ് റെക്ടിഫയർ. റെക്ടിഫിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹാഫ് വേവിലും ഫുൾ വേവിലാണ്. ഓക്കെ, മനസ്സിലായ? ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് ഐ ഹാഡ് സീഡ് മൈ ഡ്യൂട്ടി ടൈം. അപ്പോൾ നിങ്ങളിവിടെ വെൽക്കം പറയാൻ ഇരിക്കുകയാണോ ഇനി എല്ലാ ദിവസവും? PN ജംഗ്ഷൻ പ്രോപ്പർട്ടി അങ്ങനെയൊന്നും ചോദിക്കരുത് എൻ്റെ അടുത്ത്. അത്ര പഠിപ്പിയൊന്നുമല്ല ഞാൻ. പ്രോപ്പർട്ടി PN ജംഗ്ഷൻ്റെ PN ജംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അറിയണ ആരെങ്കിലും ഉണ്ടോ? ജംഗ്ഷൻ ബിക്കംസ് നമുക്ക് നോക്കാം.
ഗൂഗിൾ What is the property of PN junction? Rectifier ആണോ? A PN junction made by joining materials has key properties. P-type, N-type electrons. A depletion region is the barrier. Low resistance and forward biasum. High resistance ആണെങ്കിൽ reverse bias. അതാന്ന് തോന്നുന്നു. Act like a forward biasum backward biasum. ഫോർവേഡ് ബയസും ബാക്ക്വേർഡ് ബയസ് അല്ല, റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് ഇതാണ് സംഭവം. ഇങ്ങനെയാണ് സാധനം. ഇതിൻ്റെ ഇത് പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർവേഡ് ബയാസ്, ഇത് നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ റിവേഴ്സ് ബയാസ്. പ്രിസത്തിൻ്റെ ഏത് ഗ്രാഫാ? പ്രിസത്തിന് ആ ഗ്രാഫാ അത് ഇതിലുണ്ടാവും. ഓക്കെ, എനിക്കിനി വരയ്ക്കാൻ വയ്യ. ആൾട്ടർനേറ്റിംഗ് കറണ്ട്, പ്രിസം, അല്ലേ? ഇനി ഉണ്ടായിരിക്കണ്ടേ ദ ആംഗിൾ ഓഫ് ഡീവിയേഷനും ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി എല്ലാവരും പോയിരുന്ന കുറച്ചും കൂടി നേരം പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് ചോദിച്ചാലും ചിലപ്പോൾ ഫുൾ വേവ് ചോദിക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. മേ ബി ആവാം. അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ ഒരു ഇതുമില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റേഷ്യോ കൊടുക്കണമെന്ന്, അതായത് ആ ഗ്രാഫ് വരയ്ക്കണം. അതായത് അവിടെയാണ് മിനിമം ഡീവിയേഷൻ എന്ന് കാണിച്ചിട്ട് വേണം ആ ഇക്വേഷൻ നമ്മൾ പിന്നെ ബാക്കി ചെയ്യാൻ. ഫുൾ വേവ് റെക്ടിഫയറും മാഡം ഡ്യൂട്ടി ടൈം പറഞ്ഞാൽ വുഡ് ഹാവ് ബീൻ നൈസ്. അയ്യോ, എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് തോന്നുമ്പോൾ എപ്പോഴേലൊക്കെ ഇങ്ങനെ കയറി വരും. എനിക്ക് അറിഞ്ഞൂടെ. എനിക്കിങ്ങനെ ഒരു മൈൻഡ് വരണം. കയറാം തോന്നിക്കഴിഞ്ഞാൽ കയറും. ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറിലും. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് 1 ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ ഡയോഡ് 2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും, X2Y കറണ്ട് ഫ്ലോ ചെയ്യും. അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ലോഡ് റെസിസ്റ്ററിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ് അക്രോസ് ലോഡ് റെസിസ്റ്റർ RL. ഡിസ്ട്രക്റ്റീവ് ബ്രൈറ്റ് ഫ്രഞ്ച് ബാൻഡ് വിഡ്ത്ത്. പിന്നെ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ D1 റിവേഴ്സ് ബയാസും D2 ഫോർവേഡ് ബയാസും സംഭവിക്കും. അപ്പോഴും എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ചെയ്യും. X2Y കറണ്ട് ഫ്ലോ ചെയ്യും. ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ ലോഡ് റെസിസ്റ്റർ. അതുകൊണ്ട് തന്നെ ബോത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനും എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇലക്ട്രിക് പോളറൈസേഷൻ അത് ഞാൻ നോക്കിയിട്ടില്ല. അത് ഏതോ ഒരു പാഠത്തിലുണ്ട് ഇലക്ട്രിക് പോളറൈസേഷൻ. മറ്റേ പോളറൈസേഷൻ ഓർമ്മയുണ്ട്. ഇലക്ട്രിക് പോളറൈസേഷൻ എന്തുട്ടാന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അതങ്ങനെ ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇനിയിപ്പോൾ നാളെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. നോക്കണം. പോളറൈസേഷൻ, മറ്റേ പോളറൈസേഷൻ ഉള്ളത് ഏത് പാഠം? വേവിൻ്റെയിലല്ല ഉള്ളത്, വേവ് ഒപ്റ്റിക്സ്. ആർക്കെല്ലാം അറിയാവോ? കിട്ടിയ ഓക്കെ. ഈ ബുക്കിൽ ഇനി എവിടെയാണെന്നൊന്നും തപ്പാൻ എനിക്ക് വൈകത്തിൽ എവിടേക്കോ ഉണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വേണം എനിക്ക് കിടക്കാൻ. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. പെർ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് മൊബിലിറ്റി.
മൊബിലിറ്റി. A+ കിട്ടുമോ? A+ കിട്ടണം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക, പഠിച്ചതൊക്കെ ഓർക്കുക. ദാറ്റ്സ് ഇറ്റ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ റേ ഒപ്റ്റിക്സ്. BX ഗെയിമിങ്ങിന് വലിയൊരു താങ്ക് യു. ഇത്ര നേരം എല്ലാവരും വെൽക്കം ചെയ്തിരുന്നല്ലോ. ബൈ ദ വേ, താങ്ക് യു സോ മച്ച് BX ഗെയിമിങ്. നാളെ സിമ്പിളാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഞങ്ങളുടെ മിസ്സ് പറഞ്ഞത് എന്താ, ഒരു 10 മാർക്കിനൊക്കെ ആണ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. അറിയില്ല ഇനി എന്തായിരിക്കും അവസ്ഥ. സ്ട്രക്ചർ ഓഫ് ദ അഫക്റ്റഡ് ഏരിയ. ഞാൻ ആ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ അത് നോക്കിയിട്ടില്ല, വെറുതെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ ഇന്ന് സ്ലീപ്പാക്കാതെ റിവൈസ് ചെയ്ത സീനാവാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ചെയ്തോ. ഉറക്കം വരുന്നില്ലെങ്കിൽ ധൈര്യമായിട്ടിരുന്ന് ചെയ്തോ. പക്ഷെ നാളെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങരുത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇരുന്നു. ഡോണ്ട്. ഒരു കുഴപ്പമില്ല. 12 മണിയാകുമ്പോൾ പോവാൻ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ സ്ട്രക്ചർ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഷേപ്പ് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ? നോക്കട്ടെ കേട്ടാ. ഒപ്റ്റിക്കൽ ഫൈബർ ടോട്ടൽ എന്താണ്? റിഫ്ലക്ഷനിലല്ലേ? റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. Optical fibers consist of thousands of long fine quality of optical fiber structure 1 word question ആണ്. shape layer material of low refractive index light of allowed content one end of the fiber and an angle greater than critical angle. The fiber material respect the coating, then undergoes repeated total internal reflection and finally out. Hence loss of energy is minimum. Light can pass along the fiber. They used for the optical signals transmission, medical diagnosis. ഇതിൽ അങ്ങനത്തെ ഒരു ചോദ്യം കാണാനില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ആൻസർ എന്താണ് കറക്റ്റായിട്ട്. ഗൂഗിൾ ചെയ്യാം. ഒപ്റ്റിക്കൽ ഫൈബർ. What is the structure of optical fiber? An optical fiber has 3 layers. That carries light. കോറും ക്ലാഡിങ് തന്നെ. And a protective outer. അത് രണ്ടും പറഞ്ഞാൽ മതി. കോറും ക്ലാഡും പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോലുമായിട്ട് ഞാൻ ഇങ്ങനെ എന്നിരുന്ന് പഠിച്ചിട്ടില്ല. ബട്ട് നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ, എനിക്ക് എന്തോ ഒരു എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പറയാം. ബൈ ദ വേ, ബൈ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. താങ്ക് യു. എല്ലാവരും നന്നായിട്ട് ഉറങ്ങിക്കോ. ഫുഡൊക്കെ കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, ഉറങ്ങിക്കോളൂ. എല്ലാവരും ഇരിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിച്ചോ, കുഴപ്പമില്ല. ബാക്കി എല്ലാവരും പോകോ. ഗുഡ് നൈറ്റ്. പോകോ, ഉറങ്ങിക്കോ ഇനി എല്ലാവരും പോയിട്ട്. ബൈ.